ഹായ് എവരിവൺ, ഞാൻ വിഷ്ണു. മെഡിഹബ് ഗ്ലോബലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്തെന്നാൽ പാരാമെഡിക്കൽ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ, ഇവ ഏതൊക്കെയാണ്, അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അവസരങ്ങളെ പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും ഇന്ന് മെഡിക്കൽ കോഴ്സുകൾ പോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. മെഡിക്കൽ കോഴ്സുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ള കോഴ്സുകളായിട്ട് പാരാമെഡിക്കൽ കോഴ്സുകളും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ചില കാരണങ്ങൾ ഉണ്ട്. എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇതിന് മറ്റുള്ള കോഴ്സുകളെ അപേക്ഷിച്ച് ഫീസും മറ്റും കുറവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ 2 വർഷത്തെ കോഴ്സുകളാണ് വരുന്നത്. അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുമ്പോൾ 3 മുതൽ 4 വർഷം വരെയുള്ള കോഴ്സുകളാണ് വരുന്നത്. നമുക്ക് ചില പാരാമെഡിക്കൽ കോഴ്സുകളെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ DPharm എന്ന് പറയും. ഇത് 2 വർഷത്തെ കോഴ്സാണ്. ഇത് കൂടുതലും വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് മേഖല, അതായത് PHSC, FHSC, CHSC അങ്ങനെ ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റിയ കോഴ്സുകളിലാണ് DPharm എന്ന് പറയുന്നത്. 2 വർഷമാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് DMLT ആണ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സുകൾ. ഈ ഡിപ്ലോമ അതും 2 വർഷത്തെ കോഴ്സുകളാണ്. അതും ഗവൺമെന്റ് ഇതുപോലുള്ള FHSC, PHSCകളിലുള്ള ഗവൺമെന്റ് സെക്ടറിൽ ലാബിലോട്ടുള്ളവരെ എലക്ട് ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സുകളാണ്. പിന്നെ വരുന്നത് ഡിപ്ലോമ ഇൻ റേഡിയോളജി ടെക്നോളജി, റേഡിയോളജി ആയിട്ട് ബന്ധപ്പെട്ട എക്സ്റേ അങ്ങനത്തെ ഇതുകളാണ് അതിൽ കൂടുതൽ, അതിന്റെ ഡിപ്ലോമ കോഴ്സുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഡയാലിസിസ് ടെക്നീഷ്യൻ ടെക്നോളജി, അതായത് DDT എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി കോഴ്സുകളും വരുന്നത്. സ്പീച്ച് തെറാപ്പിയുടെ ഡിപ്ലോമ കോഴ്സുകളും വരുന്നുണ്ട്. ഇത് കൂടുതലും 2 വർഷത്തെ കോഴ്സുകളാണ് എല്ലാം വരുന്നത്. ഇതിന്റെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റും ഇതാണ്. പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അത് കൂടുതലും BSc, ബാച്ചലർ ഓഫ് സയൻസ് കോഴ്സുകളാണ്. 3 മുതൽ 4 വർഷമൊക്കെ, ചില മിക്കതും 3 വർഷ കോഴ്സുകളാണ്. ചില കോഴ്സുകൾ മാത്രം 4 വർഷത്തെ കോഴ്സുകളാണ് ഉള്ളത്. ആ കോഴ്സുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് BSc അനസ്തേഷ്യ ടെക്നീഷ്യൻ, BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, BSc ഇമേജിംഗ് ടെക്നോളജി, BSc ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അങ്ങനത്തെ കോഴ്സുകളുണ്ട്. പിന്നെ BSc ഡയാലിസിസ് ടെക്നീഷ്യൻ ഉണ്ട്, BSc റെസ്പിറേറ്ററി ടെക്നീഷ്യൻ കോഴ്സുകൾ, BSc കാർഡിയോ വാസ്കുലർ ടെക്നോളജി, അങ്ങനെ ഏകദേശം ചില സുപ്രധാന കോഴ്സുകളാണ്. ഏകദേശം പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത്. കൂടുതൽ കോഴ്സുകൾ കൂടെ ഉണ്ട്. ബാച്ചലർ ഓഫ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, BASLP എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഫിസിയോതെറാപ്പി, അങ്ങനെ പല കോഴ്സുകളും ഇത് BPT മുതലായ കോഴ്സുകളും നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസിൽ ഇത് വരുന്നുണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാൽ, പാരാമെഡിക്കൽ കോഴ്സുകളും അലൈഡ് ഹെൽത്ത് സയൻസുകളും രണ്ടും ഒന്നല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പക്ഷേ ബേസിക്കലി ഈ 2 കോഴ്സുകളും മെഡിക്കൽ മേഖലയിൽ തന്നെ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്ന 2 ഇതുകളാണ്, മേഖലകളാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ പാരാമെഡിക്കലും അലൈഡ് ഹെൽത്ത് സയൻസുകളും ആയിട്ടാണ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ പേഷ്യൻസുമായിട്ടും ഇതായിട്ട് അങ്ങനെ കൂടുതൽ ഇൻട്രാക്ട് വരുന്ന കോഴ്സുകളല്ല പാരാമെഡിക്കൽ കോഴ്സുകൾ പെടുന്നത്. പക്ഷേ അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഇതൊക്കെ കൂടുതലായിട്ട് വരുന്ന ഇതുകൾ. അനസ്തേഷ്യ ഇതായിട്ടാണെങ്കിലും അനസ്തേഷ്യ OT എല്ലാ കോഴ്സുകളും അങ്ങനെ ആയിട്ട് വരുന്നതാണ്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ കൂടുതലായിട്ടും വരുന്നത്. അലൈഡ് ഹെൽത്ത് സയൻസുകളിൽ ഡിഗ്രിയുണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെയാണ് വരുന്നത്. അതായത് MScയുടെ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, റെസ്പിറേറ്ററി അങ്ങനത്തെ കോഴ്സുകളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ കൂടുതലായി നമ്മൾ ആഗോളതലത്തിലും ഡോക്ടേഴ്സിനും മറ്റും അസിസ്റ്റന്റുകളായിട്ട് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളെ അവർക്ക് ഡോക്ടേഴ്സിന് വളരെയധികം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം അവരുടെ ഹെൽപ്പിനും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അനസ്തേഷ്യ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും അനസ്തേഷ്യ ടെക്നീഷ്യൻ്റെ ആവശ്യം അത്യാവശ്യമായിട്ട് വരുന്നതാണ്. അപ്പം പാരാമെഡിക്കൽ കോഴ്സുകളും അലൈഡ് ഹെൽത്ത് സയൻസുകളും മെഡിക്കൽ മേഖലയിലെ തന്നെ 2 സുപ്രധാന പങ്ക് വഹിക്കുന്ന 2 മേഖലകളായിട്ട് നമുക്ക് വേണം പറയാം. നേഴ്സിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വരുന്നത്. ഇപ്പോഴാണെങ്കിലും ഫാർമസി കോഴ്സുകളും ഇതെല്ലാം ഫാർമസിസ്റ്റ് ആകാനും ഇതാണെങ്കിലും ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും എല്ലാ രീതിയിലും ഈ കോഴ്സുകൾ, ഈ 2 മേഖലകളും ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുമ്പോൾ ഒരു ആഴത്തിലുള്ള ഒരു പഠനമാണ് ഇത് പഠിക്കുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകളത്തിൽ ആഴത്തിലുള്ള ഒരു പഠനത്തിൽ ഇത് വരുന്നില്ല. പാരാമെഡിക്കൽ കോഴ്സുകൾ അതൊരു എല്ലാം മൊത്തത്തിലുള്ള ഒരു പഠനം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കൊണ്ടപ്പെടുക. ഓക്കെ, താങ്ക് യു ഓൾ.